Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Zia got Robo, the robot as a birthday gift. സിയയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് റോബോ എന്നു പേരുള്ള ഒരു റോബോട്ടിനെ കിട്ടി. ഷീ ലവ്ഡ് ഇറ്റ് വെരി മച്ച്. അവൾ അതിനെ വളരെയധികം സ്നേഹിച്ചു. വൺ ഡേ ഷീ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. ഒരു ദിവസം അവളൊരു ആൺകുട്ടിയെ പാർക്കിൽ വെച്ച് കണ്ടു. ഹി വാസ് നോട്ട് ഏബിൾ ടു വാക്ക്. അവന് നടക്കാൻ കഴിയില്ല. സിയ ഗേവ് റോബോ ടു ദാറ്റ് ബോയ്. സിയ ആ റോബോയെ ആ ആൺകുട്ടിക്ക് കൊടുത്തു. ആക്ടിവിറ്റി 1. സിയ മെറ്റ് എ ബോയ് ഇൻ ദ പാർക്ക്. ഡു യു നോ ദ നെയിം ഓഫ് ദ ബോയ്? സിയ പാർക്കിൽ വെച്ച് ഒരു ആൺകുട്ടിയെ കണ്ടു അല്ലേ? നിങ്ങൾക്ക് ആ ആൺകുട്ടിയുടെ പേരറിയുമോ? കളർ ദ ഓഡ് ലെറ്റർ ഇൻ ഈച്ച് കോളം ആൻഡ് റൈറ്റ് ദോസ് ലെറ്റേഴ്സ് ബിലോ. യു വിൽ ഗെറ്റ് ഹിസ് നെയിം. അപ്പോൾ തന്നിരിക്കുന്ന കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ നിന്നും ഓഡ് ലെറ്റർ, അതായത് ഒറ്റപ്പെട്ട ഒരു ലെറ്റർ ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിച്ച് താഴെ എഴുതിയാൽ നിങ്ങൾക്ക് ആ ബോയുടെ പേര് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കൂ. ഡി ബി 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 അല്ലേ? അതിൽ ഓഡ് ലെറ്റർ, കൂട്ടത്തിൽ പെടാത്തത് എല്ലാം ബി ആണ്, കൂട്ടത്തിൽ പെടാത്തത് ഡി ആണ്. ഇനി രണ്ടാമത്തെ ലൈനിൽ കെ എ കെ കെ, 3 കെയും ഒരു എയും ആണ് ഉള്ളത്. അപ്പോൾ ഓഡ് ലെറ്റർ എന്ന് പറയുന്നത് എ ആണ്. ഇനി തേർഡ് ലൈൻ എം എം എൻ എം. അപ്പോൾ അതിൽ ഓഡ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? എൻ ആണ് അല്ലേ? പിന്നെ വരുന്നത് എൽ എൽ എൻ എൽ, അതിലും എൻ ആണ്. ലാസ്റ്റ് ലൈൻ വി 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 വൈ. അപ്പോൾ ഓഡ് ലെറ്റർ എന്ന് പറയുന്നത് വൈ ആണ്. ഇനി ഈ ഓഡ് ലെറ്റേഴ്സിന് കളർ കൊടുത്തില്ലേ? അപ്പോൾ എന്താണ് വായിക്കുന്നത്? ഡി എ എൻ എൻ വൈ, ഡാനി. The boy name is Danny. Activity 2. Robo wants to reach Danny's house. Help Robo reach there. റോബോയ്ക്ക് ഡാനിയുടെ വീട്ടിലേക്ക് പോകണം. അതിനായിട്ട് റോബോയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ? ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയാൽ റോബോയ്ക്ക് ഡാനിയുടെ വീട്ടിലെത്താം. Activity 3. Danny reached home in his new wheelchair. ഡാനി പുതിയ വീൽ ചെയറുമായി വീട്ടിലെത്തി. ഡാനീസ് ഫാദർ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ്. ആ വീൽ ചെയർ കണ്ടപ്പോൾ ഡാനിയുടെ ഫാദർ സർപ്രൈസ്ഡ് ആയി. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, എ വീൽ ചെയർ, ഹൂ ഗേവ് യു ദിസ് ഡാനി? ഒരു വീൽ ചെയറോ? നിനക്കിത് ആര് തന്നു ഡാനി? അപ്പോൾ ഡാനി പറയുക, സിയ ഗേവ് മീ ദിസ്. സിയ ആണ് എനിക്കിത് തന്നത്. ഇറ്റ് ഈസ് നോട്ട് എ വീൽ ചെയർ, ഇറ്റ് ഈസ് എ റോബോട്ട്. ഇതൊരു വീൽ ചെയർ അല്ല, ഇതൊരു റോബോട്ടാണ്. ആക്ടിവിറ്റി 4. ഡാനി ഈസ് ടെല്ലിംഗ് ദ സ്റ്റോറി ഓഫ് റോബോ ടു ഹിസ് ഫാദർ. ഡാനി റോബോയുടെ കഥ ഫാദറിനോട് പറഞ്ഞു. കറക്റ്റ് ദ സെൻറ്റൻസസ് പ്രോപ്പർലി വിത്ത് ലൈൻസ്. ആ പറയുന്നത് കറക്റ്റായിട്ട് ഓർഡറായിട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഷഫിളായിട്ടാണ് അല്ലേ? ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് ഐ വാസ് സിറ്റിംഗ് ഇൻ ദ പാർക്ക്. ഞാൻ പാർക്കിലിരിക്കുകയായിരുന്നു. സിയ കം ദർ. സിയ അങ്ങോട്ട് വന്നു. ഷീ ഹാഡ് എ റോബോട്ട് വിത്ത് ഹെർ. ഇറ്റ് വാസ് റോബോ. അവളുടെ കയ്യിലൊരു റോബോട്ടും ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് റോബോ. റോബോ ചേഞ്ച്ഡ് ഇൻ ടു എ വീൽ ചെയർ. റോബോ ഒരു വീൽ ചെയർ ആയിട്ട് രൂപം മാറി. സിയ ആൻഡ് റോബോ ടുക്ക് മീ റൗണ്ട് ദ പാർക്ക്. സിയയും റോബോയും എന്നെ പാർക്ക് ചുറ്റിക്കാണിച്ചു. ഫൈനലി സിയ ഗേവ് റോബോ ദ റോബോട്ട്. അവസാനം സിയ എനിക്ക് ആ റോബോട്ടിനെ തന്നു. അപ്പോൾ ഇങ്ങനെയാണ് സിയ ഫാദറിനോട് ആ സ്റ്റോറി പറഞ്ഞത്. ആക്ടിവിറ്റി 5. Danny's friends looked at the wheelchair curiously. What are they talking? Complete their dialogues. ഡാനിയുടെ ഫ്രണ്ട്സ് വളരെ ആകാംക്ഷപൂർവ്വം ആ വീൽ ചെയർ നോക്കുകയാണ്. അപ്പോൾ അവരെന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഒരാൾ പറയാണ്, ദ ആംസ് ഓഫ് ദ ചെയർ ആർ. ആ ചെയറിൻ്റെ കൈകൾ എങ്ങനെയുള്ളതാണ്?
ഡാഷ്, അവിടെ ഒരു വേർഡ് ചേർക്കണം. അതുപോലെ തന്നെ ദ വീൽസ് ആർ ഡാഷ്, ചക്രങ്ങൾ എങ്ങനെയുള്ളതാണ്? ദ ഡാഷ് ഈസ് സോഫ്റ്റ്. എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ളത്? വീൽ ചെയറിൻ്റെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരെണ്ണം നമ്മളോട് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ദ ആംസ് ഓഫ് ദ ചെയർ ആർ ലോങ്. ചെയറിൻ്റെ കൈകൾ എങ്ങനെയാണ്? നീണ്ടിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ ദ വീൽസ് ആർ റൗണ്ട്, ചക്രങ്ങൾ ഉരുണ്ടിട്ടാണ്. പിന്നെ ഒരെണ്ണം നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹാസ് 2 ആൻറ്റിനാസ്. ഇതിന് 2 ആൻറ്റിനകളുണ്ട്. അല്ലെങ്കിൽ ഇറ്റ് ഹാസ് 2 റൗണ്ട് ഐസ്. 2 ഉരുണ്ട കണ്ണുകളുണ്ട് എന്ന് എഴുതാം. അതുകൂടാതെ ദ സീറ്റ് ഈസ് സോഫ്റ്റ്. സീറ്റ് വളരെ സോഫ്റ്റാണ് എന്നും എഴുതാം. ആക്ടിവിറ്റി 6, ഫൈൻഡ് ദ ഡേറ്റ്സ്. ഡേറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ജനുവരിയിൽ 31 ഡേയ്സ് ആണ് ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ കലണ്ടറിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെൻ ഈസ് ദ മാജിക് ഷോ? എന്നാണ് മാജിക് ഷോ നടത്തുന്നത്? നമ്മുടെ ആ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ജനുവരി 2 എന്ന് അല്ലേ? ജനുവരി 2 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. ദ മാജിക് ഷോ ഈസ് ജാനുവരി 2. 18th ജാനുവരി ഈസ് ഡാഷ്. കലണ്ടറിൽ നോക്കൂ, 18th ജാനുവരി എന്ന് പറയുന്നത് സൺഡേ ആണ്, കണ്ടില്ലേ? വാട്ട് ഡേ ഈസ് 21st ജാനുവരി? 21st ജാനുവരി വെനസ്ഡേ ആണ് വരുന്നത്. ആക്ടിവിറ്റി 7, ഡു യു ലൈക്ക് മാജിക്? ഹിയർ ഈസ് എ മാജിക് ഫോർ യു. നിങ്ങൾക്ക് മാജിക് ഇഷ്ടമാണോ? ഇതാ ഒരു മാജിക്. റബ് എ ഷൂ ഫ്ലവർ ഇൻസൈഡ് ദ ബോക്സ് ബിലോ. താഴെ തന്നിരിക്കുന്ന ഈ ഒരു ബോക്സിൽ ഷൂ ഫ്ലവർ, അതായത് ചെമ്പരത്തി കൊണ്ട് ഉരയ്ക്കുക. ടേക്ക് സം ലെമൺ ജ്യൂസ് ഇൻ എ ബൗൾ. കുറച്ച് നാരങ്ങ നീരെടുക്കുക. ഡിപ്പ് യുവർ ഫിംഗർ ഇൻ ദ ലെമൺ ജ്യൂസ്. എന്നിട്ട് ആ ലെമൺ ജ്യൂസിൽ നിങ്ങളുടെ ഫിംഗർ മുക്കുക. റൈറ്റ് മാജിക് വിത്ത് യുവർ ഫിംഗർ ടിപ്പ്. എന്നിട്ട് മാജിക് എന്ന് എഴുതുക. ആക്ടിവിറ്റി 8, ഡാനി ആൻഡ് റോബോ ആർ പ്ലേയിങ് ക്രിക്കറ്റ് വിത്ത് ദെയർ ഫ്രണ്ട്സ്. കംപ്ലീറ്റ് ദെയർ ഡയലോഗ്സ്. ഡാനിയും റോബോയും ക്രിക്കറ്റ് കളിക്കുകയാണ് ഫ്രണ്ട്സുമൊത്ത്. അപ്പോൾ അവരുടെ ഡയലോഗ്സ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ സന്തോഷത്തോടെ കൈ ഉയർത്തുന്നത് എന്തിനാണ്? നമ്മുടെ എതിർ ടീമിലുള്ള ആൾ ഔട്ടാവുമ്പോഴാണ്, കണ്ടില്ലേ? സ്റ്റംപ്ഡ് ഔട്ട്, കണ്ടില്ലേ? സ്റ്റമ്പിൽ തട്ടി ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ സ്റ്റംപ്ഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് സന്തോഷിക്കുന്നത്. അടുത്തത് ക്യാച്ച് ചെയ്യുന്നതാണ്, ബോൾ. അപ്പോൾ ഔട്ടാകും അല്ലേ? എന്താണ് പറയുക? വണ്ടർഫുൾ ക്യാച്ച്, ഔട്ട്. നെക്സ്റ്റ് 6 അടിച്ചാലാണ്, കണ്ടില്ലേ? 2 കൈകൾ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. വോ, ഇറ്റ്സ് 6. ആക്ടിവിറ്റി 9, റീഡ് ദ ടെക്സ്റ്റ് ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. പറഞ്ഞിരിക്കുന്ന ഈ പാരഗ്രാഫ് വായിച്ച് ഒരു പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോബോ ഫ്ലൂ വിത്ത് ഡാനി ഓൺ ഹിസ് ബാക്ക്. ഡാനിയെ ബാക്കിൽ വെച്ച് റോബോ പറന്നു. നമ്മുടെ ആ പിക്ചറിൽ തന്നിട്ടുണ്ട് അല്ലേ? ദ റോഡ് വാസ് ബ്ലാക്ക്. ഒരു കറുത്ത കളറിലുള്ള റോഡ്. ദ റിവർ ലുക്ക്ഡ് ലൈക്ക് എ ബ്ലൂ റിബൺ. റിവർ ഒരു ബ്ലൂ റിബൺ പോലെ കാണുന്നു. ദ ഹൗസസ് വെർ ലൈക്ക് മാച്ച് ബോക്സസ്. വീടുകൾ തീപ്പെട്ടി കൂടുപോലെ. ദർ വെർ കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദ റോഡ്. റോഡിൽ കാറുകളും അതുപോലെ തന്നെ ബസ്സുകളും. ദേ സോ എ ഫുട്ബോൾ ഗ്രൗണ്ട് നിയർ ദ റിവർ. അതുപോലെ തന്നെ റിവറിന് അടുത്തായിട്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും. അപ്പോൾ ഇതൊക്കെയാണ് വരച്ച് ചേർക്കേണ്ടത്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളും വരയ്ക്കണം. ആക്ടിവിറ്റി 10, ദ സൺ ലുക്ക് ലൈക്ക് എ ബിഗ് റെഡ് ബോൾ. സൂര്യൻ ഒരു വലിയ ചുവന്ന ബോൾ പോലെ. ദ ക്ലൗഡ്സ് വേർ ഓറഞ്ച് ആൻഡ് യെല്ലോ. മേഘങ്ങൾ ഓറഞ്ചും അതുപോലെ തന്നെ മഞ്ഞ കളറും. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. പേസ്റ്റ് പീസസ് ഓഫ് കളർ പേപ്പേഴ്സ് ഓർ ക്രേപ്പ് പേപ്പേഴ്സ് സീക്വൻസ് ടു മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ചിത്രം കളർ പേപ്പറോ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറോ സീക്വൻസോ എന്തെങ്കിലും വെച്ച് ഭംഗിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളും ഭംഗിയായി ചെയ്യണം. ആക്ടിവിറ്റി 11, ഡാനി wrote in his diary about his flight on Robo's back and
sailing in the sea. How would be his diary? ഡാനി റോബോയുടെ പുറകിൽ കയറി പറന്നതും അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പോയതുമൊക്കെ ഡയറിയിൽ എഴുതുകയാണ്. അപ്പോൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ ആദ്യം ഡേറ്റ് ഇടണം. 15th January 2026 തേഴ്സ്ഡേ എന്ന് എഴുതാം. ടുഡേ ഐ വാസ് വെരി ഹാപ്പി. ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഐ ഫ്ലൂ ഹൈ ഓൺ റോബോസ് ബാക്ക്. ഞാൻ റോബോയുടെ മുകളിൽ കയറി പറന്നു. ഐ സോ മെനി തിങ്സ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ദ സൺ ലുക്ക്ഡ് ലൈക്ക് എ റെഡ് ബോൾ. സൂര്യൻ ചുവന്ന വലിയ റെഡ് ബോൾ പോലെയായിരുന്നു. ദ ക്ലൗഡ്സ് വേർ ഓറഞ്ച് ആൻഡ് യെല്ലോ. മേഘങ്ങൾ ഓറഞ്ചും മഞ്ഞ നിറത്തിലുമുള്ളതായിരുന്നു. ഐ സോ ദ ബിഗ് ബ്ലൂ സീ. വലിയ കടൽ കണ്ടു. ദെൻ ഐ വെൻറ്റ് സെയിലിംഗ് ഇൻ എ ബോട്ട്. ഒരു ബോട്ടിൽ യാത്ര ചെയ്തു. ദാറ്റ് ബോട്ട് വാസ് റോബോ. ആ ബോട്ട് റോബോട്ടായിരുന്നു. ടുഡേ വാസ് അൺഫോർഗെറ്റബിൾ. ഇന്ന് മറക്കാനാവാത്ത ദിവസമായിരുന്നു. ആക്ടിവിറ്റി 12. The boat zoomed over the sea, splashing water around. Danny was so happy. He sang a song aloud. Sing the song and add more lines to it. ബോട്ട് അങ്ങനെ വെള്ളമൊക്കെ തെറിപ്പിച്ച് പോകുമ്പോൾ ഡാനി ഉറക്കെ ഒരു പാട്ട് പാടി. ആ ഒരു സോങ്ങിൽ ചില വരികൾ കൂട്ടിച്ചേർക്കാനുണ്ട്. സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. വിൻഡ് ഈസ് കൂൾ ആൻഡ് വേവ്സ് ആർ ബ്രൈറ്റ്. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. അപ്പോൾ ഇനി വിറ്റുപോയിട്ടുള്ളത് സൺ ഈസ് റെഡ് ആൻഡ് ഷൈൻ സോ ബ്രൈറ്റ്. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. അപ്പോൾ എന്താണ് പറയുന്നത്? സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. കടലിലൂടെ എൻ്റെ ചെറിയ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡ് ഈസ് കൂൾ ആൻഡ് വേവ്സ് ആർ ബ്രൈറ്റ്. വിൻഡ് കാറ്റ് തണുത്തതും അതുപോലെ തന്നെ വേവ്സ് ബ്രൈറ്റുമാണ്. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം രണ്ട് ഭാഗത്തേക്കും തെന്നി മാറുന്നത് അല്ലേ? സെയിലിംഗ് ഇൻ മൈ ലിറ്റിൽ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സീ. വീണ്ടും ആ ലൈൻ തന്നെയാണ് പറയുന്നത്. സൺ ഈസ് റെഡ് ആൻഡ് ഷൈൻ സോ ബ്രൈറ്റ്. അപ്പോൾ എന്താണ് കാണുന്നത്? സൂര്യൻ ചുവപ്പ് കളറിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നു. സ്പ്ലാഷ് സ്പ്ലാഷ് ഹിയർ വി ഗോ. ആക്ടിവിറ്റി 13. ഡാനി സോ എ മെസ്സേജ് ഓൺ റോബോസ് സ്ക്രീൻ. ഡാനി ഒരു മെസ്സേജ് റോബോയുടെ സ്ക്രീനിൽ കണ്ടു. എന്തായിരുന്നു? ബാറ്ററി ലോ. വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? ബാറ്ററി കുറവാണ് എന്ന് കണ്ടപ്പോൾ ഡാനി എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഓ ഗോഡ്, റോബോസ് ബാറ്ററി ഈസ് ലോ. വാട്ട് ഐ ഡു? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് റോബോ വേക്ക് അപ്പ്? വിൽ ഹി ബി ഓക്കെ? ഐ നീഡ് ടു ഫൈൻഡ് എ വേ ടു ചാർജ് റോബോ. എന്താണ് പറയുന്നത്? ഓ ഗോഡ്, റോബോസ് ബാറ്ററി ഈസ് ലോ. വാട്ട് ഐ ഡു? ദൈവമേ, റോബോയുടെ ബാറ്ററി കുറവാണല്ലോ, ഞാൻ എന്തു ചെയ്യും? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് റോബോ വേക്ക് അപ്പ്? റോബോയെ എണീപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിൽ ഹി ബി ഓക്കെ? അവൻ ഓക്കെ ആകുമോ? എണീക്കുമോ? ഐ നീഡ് ടു ഫൈൻഡ് എ വേ ടു ചാർജ് റോബോ. ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം റോബോയെ ചാർജ് ചെയ്യുന്നതിനായിട്ട്. ഇതൊക്കെയാണ് ഡാനി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഹെൽപ്പ് സിയ ആൻഡ് ഹെർ പാരൻസ് ഫൈൻഡ് ദെയർ വേ ടു ദ ബീച്ച്. ബീച്ചിലേക്ക് വരാൻ സിയയെയും പാരൻസിനെയും സഹായിക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് പറയുകയാണ്, ഗോ സ്ട്രെയിറ്റ് എലോങ് ദ മോസ്ക് റോഡ്. മോസ്ക് റോഡ്, പള്ളി റോഡിലൂടെ നേരെ പോകുക. അതിനാണ് ഗോ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ടേൺ റൈറ്റ് ടു ദ മാർക്കറ്റ് റോഡ്. ടേൺ റൈറ്റ്, വലത്തോട്ട് തിരിയുക, എന്നിട്ട് മാർക്കറ്റ് റോഡിലൂടെ പോവുക. ടേൺ ലെഫ്റ്റ് ആൻഡ് എൻ്റർ ദ ചർച്ച് റോഡ്. മാർക്കറ്റ് റോഡിൽ നിന്ന് ടേൺ ലെഫ്റ്റ്, ഇടതുഭാഗത്തേക്ക് തിരിയുക. എന്നിട്ട് എങ്ങോട്ടാണ് പ്രവേശിക്കേണ്ടത്? ചർച്ച് റോഡിലേക്ക്. ടേൺ ലെഫ്റ്റ് ആൻഡ് ഗോ സ്ട്രെയിറ്റ് എലോങ് ദ ടെമ്പിൾ റോഡ്. എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് തിരിയുക, എന്നിട്ട് നേരെ പോവുക ടെമ്പിൾ റോഡിലൂടെ, അതായത് അമ്പല റോഡിലൂടെ പോവുക. ടേൺ റൈറ്റ് ആൻഡ് ഗോ എലോങ് ദ ബീച്ച് റോഡ്.
എന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് തിരിയുക, എന്നിട്ട് ബീച്ച് റോഡിലൂടെ പോവുക. ഇങ്ങനെയാണ് റോബോയും അതുപോലെ തന്നെ ഡാനിയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടത്. ആക്ടിവിറ്റി 15. ഡു യു ലൈക്ക് റോബോ? നിങ്ങൾക്ക് റോബോയെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമാണോ? റോബോ ക്യാൻ ഡു മെനി തിങ്സ്. റോബോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് റോബോ, ദ റോബോട്ട്. ദ ഫോളോയിങ് പിക്ചേഴ്സ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ റോബോയെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി. റോബോ ഈസ് എ റോബോട്ട്. റോബോ ഒരു റോബോട്ടാണ്. സിയ ഗേവ് ദിസ് റോബോട്ട് ടു ഡാനി. സിയയാണ് ഈ റോബോട്ടിനെ ഡാനിക്ക് കൊടുത്തത്. റോബോ ആൻഡ് ഡാനി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഡാനിയും റോബോട്ടും നല്ല സുഹൃത്തുക്കളാണ്. ഹി ഈസ് വെരി കൈൻഡ്. റോബോ വളരെ കരുണയുള്ളവനാണ്. റോബോ ചേഞ്ച്ഡ് ഹിസ് ബോഡി ഫോർ ഡാനി ആസ് ഡാനിഷ് വിഷ്. ഡാനിയുടെ ആഗ്രഹം പോലെ റോബോ അവൻ്റെ ശരീരം മാറ്റി. നമുക്കറിയാം അല്ലേ, പറക്കാൻ പറയുമ്പോൾ പറക്കുന്ന രൂപത്തിലാകും, അതുപോലെ തന്നെ വീൽ ചെയർ ആകും, ബോട്ടാകും, അങ്ങനെ. റോബോ ക്യാൻ ക്ലൈംബ് സ്റ്റെയേഴ്സ്. റോബോയ്ക്ക് പടികൾ കയറാൻ കഴിയും. അതുപോലെ തന്നെ റോബോ ക്യാൻ ഫ്ലൈ ഇൻ ദ സ്കൈ. ആകാശത്ത് പറക്കാൻ കഴിയും. റോബോ ടുക്ക് ഡാനി ഫോർ സെയിലിംഗ് ഇൻ ദ സീ. കപ്പലിൽ യാത്ര ചെയ്യാൻ കടലിലൂടെ കൊണ്ടുപോയി. അതുപോലെ തന്നെ ഹീ ലൈക്സ് ടു പ്ലേ വിത്ത് ഓൾ ദ ചിൽഡ്രൻ. കുട്ടികളുമായി കളിക്കാൻ ഇഷ്ടമാണ്. ബട്ട് ഹീ വാണ്ട് ഫുൾ ബാറ്ററി ഫോർ ഡൂയിങ് എവരിതിങ്. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ അവന് ഫുൾ ബാറ്ററി ആവശ്യമാണ്.